നമുക്ക് ഈ പാച്ച് കോഡ് ക്രിമ്പ് ചെയ്യാനായിട്ട് ക്രിമ്പിംഗ് ടൂൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മറന്നു പോവുക, അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്യാൻ പറ്റാത്ത ടൂളില്ലാതിരിക്കുന്ന അവസരത്തിൽ എങ്ങനെ ഈ ഒരു കണക്ടർ rj45യുടെ ഈ ഒരു കണക്ടർ എങ്ങനെ ക്രിമ്പ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഞ്ച് ചെയ്ത് നമുക്ക് കണക്ടിവിറ്റി സാധ്യമാക്കാം എന്ന് നോക്കാം. ആക്ച്വലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് ടൂൾ വെച്ച് തന്നെ ചെയ്യാം. ഇൻ കേസ് അങ്ങനത്തെ ഒരു അവസരത്തിൽ പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു നേരിയ ഒരു വണ്ണം കുറഞ്ഞ ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് ആവശ്യമാണ്. പിന്നെ നോർമൽ കട്ടർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആദ്യം സ്ലീവ് കളയാം. ആക്ച്വലി നമുക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അതിന് വെച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വയർ കട്ടാവാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് നമുക്ക് അതിൻ്റെ സ്ലീവ് ആദ്യം കളഞ്ഞെടുക്കുക. നമ്മൾ ക്രിമ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആ ഒരു വയറിനെ സ്ട്രിപ്പ് ചെയ്തത് അൺസ്ട്രിപ്പ് ചെയ്ത് മാറ്റാം. ട്വിസ്റ്റ് ചെയ്തേക്കുന്നത് ട്വിസ്റ്റ് ചെയ്തിട്ട് മാറ്റാം. അതിനുശേഷം ഈ ഒരു പ്ലാസ്റ്റിക് അത് കട്ട് ചെയ്യുക. നൂലും ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കണക്ടറോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ടൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കതങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ട്വിസ്റ്റ് ചെയ്തേക്കുന്ന വയറുകളെല്ലാം അൺട്വിസ്റ്റ് ചെയ്യുക. ഓരോ വയറുകളായിട്ട് അൺട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് സ്ട്രൈറ്റനിങ് ചെയ്യുക. സ്ട്രൈറ്റനിങ് ചെയ്യാനായിട്ട് നമുക്ക് ആ സ്ലീവിൻ്റെ തന്നെ ആ വയർ ഉപയോഗിക്കാം, ആ ഒരു ക്യാപ്പ് ഉപയോഗിക്കാം. അത് വെച്ചിട്ട് തന്നെ നമുക്കത് സ്ട്രൈറ്റനിങ് ചെയ്യാം. ആ വയേഴ്സ് എല്ലാം സ്ട്രൈറ്റനിങ് ചെയ്യാം. സ്ട്രൈറ്റനിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കളർ കോഡ് അനുസരിച്ച്, അതായത് നമ്മൾ ചെയ്യുന്ന ബി സ്റ്റാൻഡേർഡ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി ചെയ്യാറ്. സോ ആ ഒരു സ്റ്റാൻഡേർഡ് കോഡിൽ ഈ കളറുകളൊക്കെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കണം. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ആ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി ബി സ്റ്റാൻഡേർഡിൽ കളർ കോഡ് സെറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, ആ ഒരു രീതിയിൽ കളർ കോഡ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡോ അല്ലെങ്കിൽ ഉപയോഗിക്കാം. നോർമലി ഇപ്പോൾ എൻ്റെ അടുത്ത് കട്ടർ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കട്ടർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഒരു ടൂൾ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ കണക്ടർ ഇൻസേർട്ട് ചെയ്യാം. കണക്ടർ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലൊക്കെയായിട്ട് ഇൻസേർട്ട് ചെയ്യാം. പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വീഴുന്ന വിധത്തിൽ അത് ഇൻസേർട്ട് ചെയ്ത് നോർമൽ ക്രിമ്പ് ചെയ്യണോ തന്നെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് നോക്കുക. നമുക്ക് ആ ഒരു പിന്നുകൾ കാണാൻ പറ്റും. ഒരു 8 പിന്നുകൾ അവിടെ കാണാൻ പറ്റും. ആ പിന്നുകൾ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കത് അകത്തോട്ട് പ്രസ് ചെയ്ത് വയ്ക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ആ പിന്നുകൾ ഓരോന്നായിട്ട് പ്രസ് ചെയ്യുക. ഓരോന്നായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ആ വയറുകൾ വച്ചതിന് ശേഷം ആ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ ഒരു മന വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്യും. പ്രോപ്പറായിട്ട് തന്നെ അത് പ്രസ് ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് നമ്മൾ ആ 8 പിന്നും പ്രസ് ചെയ്യണം. അതിനുശേഷം ഈ കാണുന്ന സ്ഥലത്ത് നമുക്കൊരു ലോക്ക് കാണാം. ഇവിടെ ഒരു ലോക്ക്, കണക്ടറിൻ്റെ ഒരു ലോക്ക് ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു പിന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോക്കിൻ്റെ സ്ഥാനത്ത് ശക്തിയായി ഒന്ന് അമർത്തി ആ ഒരു ലോക്കും കൂടി നമുക്കത് പ്രസ് ചെയ്യാം. അപ്പോഴാണ് ആ ലോക്ക് വീണ് കഴിയുമ്പോൾ കണക്ടർ സ്ട്രോങ് ആവുള്ളൂ. അതായത് അഴിക്കുമ്പോഴേക്ക് പോകാതെയും മറ്റേ സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആ ഒരു ലോക്കും കൂടി നമ്മൾ ഈ അതേ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോക്കും വീഴും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് നോക്കാം, ഒരു കണക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴത്തെ കണക്ടിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ത്രൂ ആയോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കണക്ടിവിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നുടങ്ങിയുള്ള എല്ലാ ലൈറ്റുകളും, ഒന്നുടങ്ങി 8 വരെയുള്ള ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്കൊരു ക്രിമ്പിംഗ് ടൂൾ എങ്ങാനും നമുക്ക് എമർജൻസി കേട്ടതിൽ മറന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ക്രിമ്പ് ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഇത്തരത്തിലൊന്ന് ക്രിമ്പ് ചെയ്തെടുക്കാം. എന്നാലും ശ്രദ്ധിക്കുക, നമുക്ക് കഴിയുന്നതും ടൂൾ വെച്ച് തന്നെ ക്രിമ്പ് ചെയ്യുക. അപ്പോഴാണ് ആ പ്രോപ്പറായിട്ട് ആ വയറുകൾ യഥാസ്ഥാനത്ത് വീഴുകയും ആ കണക്ടിവിറ്റിയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.